നമസ്തേ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്ന് ഓൾറെഡി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ചില പഠനങ്ങളിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് ക്യാൻസറിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ശരീരത്തിൽ ഒരുക്കാനും കാരണമാകുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെസ്, ഇനി മനഃശാസ്ത്രത്തിന്റെ ആ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നതാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? ഏത് സമയത്തും എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, യാതൊരുവിധ റിക്വയർമെന്റ്സും ഇല്ലാതെ എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ സിമ്പിൾ ആൻഡ് പവർഫുൾ മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. ബ്രീത്തിങ് മെഡിറ്റേഷൻ. ശ്വാസത്തിനെ അധിഷ്ഠിതമായി എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ മാനസിക സമ്മർദ്ദം, നമ്മളുടെ ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഓവർ തിങ്കിങ്, മനസ്സമാധാനമില്ലാത്ത അവസ്ഥകൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുന്ന എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണിത്. ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിരോധവുമായിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നില്ല. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പ്രാക്ടിക്കലി വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതിനു മുൻപ് ആദ്യമായിട്ട് ചില പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത്, നിങ്ങൾ ചില എക്സാമുകളൊക്കെ എഴുതാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാവിന്റെ തുമ്പത്ത് ഉത്തരമുണ്ടായിരുന്നു, പക്ഷെ ചോദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ പേപ്പറിലേക്ക് അത് എഴുതാനായിട്ട് സാധിക്കുന്നില്ല, ഓർമ്മ ഇങ്ങ് വരുന്നില്ല. മാനസിക സമ്മർദ്ദമാണ് നമ്മളുടെ ആ ഒരു മെമ്മറിയെ ബ്ലോക്ക് ചെയ്യുന്നത്. സ്ട്രെസ് അധികകാലമായാലും ഷോർട്ട് ടൈം ആയാലും ഒക്കെ അത് പല രീതിയിൽ നമ്മളുടെ മെമ്മറിനെ ബാധിക്കുന്നുണ്ട്. നമ്മളുടെ മെമ്മറിനെ കൂടുതൽ പൂവറർ ആക്കാനായിട്ട്, ശക്തി കുറയ്ക്കാനായിട്ടൊക്കെ സ്ട്രെസ് കാരണമാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വേദനയാണ്. ഇത് കൂടുതൽ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കും നമ്മളെ തള്ളിക്കൊണ്ടു പോവുകയും ചെയ്യും, ഇതിനെ വേണ്ട രീതിയിൽ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ. സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും എന്നത് മാത്രമല്ല, നമ്മളുടെ രക്താതിസമ്മർദ്ദത്തിനെ ഒക്കെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇന്നിവിടെ പറയുന്നത് ഒരു എൻട്രി ലെവൽ മെഡിറ്റേഷൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. മാനസിക സമ്മർദ്ദങ്ങളെയും അനാവശ്യ ചിന്തകളെയും അതൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓടി അകലുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷിയാവുകയും ചെയ്യും. നിങ്ങൾ നല്ല മാനസിക വിഷമമുള്ള സമയത്ത് അല്ലെങ്കിൽ ആരാലെങ്കിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് ആ നിമിഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ആ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള വർത്തമാനത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു മെഡിറ്റേഷൻ സഹായിക്കുന്നു. നമ്മൾ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളെയും പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചിന്തകളെ പ്രതി ഫൈറ്റ് ചെയ്യുന്നത് നിർത്തേണ്ടിയും ഇരിക്കുന്നു. ഈ ഒരു തത്വശാസ്ത്രം ഈ ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തോ തരത്തിലുള്ള ഒരു ബ്രീത്തിങ് മാത്രമായിട്ട് ഫീൽ ചെയ്യും. കാരണം മനസ്സും ശരീരവും, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തത്വശാസ്ത്രം, നിങ്ങളുടെ ആത്മീയ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാത്തിനെയും അഡ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഒന്ന് വികസിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ധ്യാന രീതിയിലേക്ക് ഇറങ്ങേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ധ്യാനം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഡിസ്ട്രാക്ഷൻസ് കുറവുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മറ്റു രീതിയിലുള്ള ശല്യങ്ങൾ ഉണ്ടാകാതിരുന്നാൽ വളരെ നല്ലതാണ്. ഈ ഒരു മെഡിറ്റേഷൻ ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ ഇരുന്ന് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇരുന്നേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള മുദ്രകളൊക്കെ ഉണ്ടായിരിക്കണമെന്നോ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാം, കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നടന്നുകൊണ്ട് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ടും ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്പൈൻ അല്ലെങ്കിൽ നട്ടെല്ല് നിവർന്നിരിക്കുക എന്നുള്ളതാണ്. ഇത് മറ്റു പല മെഡിറ്റേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കാര്യം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മളുടെ നട്ടെല്ല് നിവർന്നിരിക്കണമെന്ന് വൈദ്യശാസ്ത്രം പറയുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ മഹാഋഷിവര്യന്മാർ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യം. ബ്രീത്തിങ് മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും ഇരുന്നുള്ള പൊസിഷനാണ് ആദ്യമൊക്കെ പരീക്ഷിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പേർ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും എളുപ്പമായതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിങ് ആണ്.
അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യോഗാസനത്തിലോ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ ചെയറിലോ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കരങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരവും അവിടെ ഇരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിനെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഗുഡ് പോസ്ചറിൽ ഇരുത്തി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മനസ്സിനെയും നമ്മൾ ഇതിന്റെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മളുടെ മനസ്സിനെ ആവർത്തനങ്ങളെ സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു സസ്റ്റൈൻഡ് ഫോക്കസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ചുണ്ടാകുന്ന കാര്യം, നിങ്ങൾ പേര് കേട്ടതുപോലെ തന്നെ ബ്രീത്തിങ്, അത് റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകത്തിന് മനസ്സിന്റെ ഫോക്കസിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് എന്തെന്ന് വെച്ചാൽ അനുവദിക്കുക എന്നുള്ളതാണ്. അലോവിങ് തോട്ട്സ് ടു കം ആൻഡ് ഗോ. ഈ ഒരു റിപ്പീറ്റേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഒരു റിപ്പീറ്റേഷൻ പ്രോസസ് ആയിട്ടുള്ള ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നതിന് ഇടയ്ക്ക് വെച്ചായിരിക്കാം, അതിനുശേഷമായിരിക്കാം, തോട്ട്സ്, പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ ചിന്തകൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, ഈ പക്ഷികൾ തലയുടെ മുകളിലൂടെ പറക്കുന്ന സമയത്ത് നമ്മൾ അവയെ തലയിൽ കൂടുകൂട്ടി താമസിക്കാൻ അനുവദിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ലെറ്റ് ഗോ, അതിനെ പോകാനായിട്ട് അനുവദിക്കുക. നമ്മൾ അതിനെ പിടിച്ചു നിർത്തുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഈ ചിന്തകൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ തടഞ്ഞു നിർത്താനും ശ്രമിക്കുന്നില്ല. അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൾ വരുന്നു, അത് പോകുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം നമ്മൾ മനസ്സിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ശരീരം ഒരുക്കി, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിനെ ഒരുക്കി. ഞാനൊരു നമ്പർ ഇട്ട് സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇതൊരു പദ്യം, ഒരു പോയം പോലെ, ഒരു കവിത പോലെ മനസ്സിലാക്കണം. കാരണം അത്ര സിമ്പിൾ ആണിത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാനും സാധിക്കുകയുള്ളൂ. കാരണം ഇത് കഷ്ടപ്പെട്ട് പഠിച്ചു ചെയ്യേണ്ട കാര്യമല്ല. എന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യങ്ങളും കഷ്ടപ്പെട്ട് പഠിച്ചു ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് വേണ്ടതിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് എടുക്കും. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ സൃഷ്ടാവ് ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഗ്രോത്തിലേക്ക് വരേണ്ട ഏത് കാര്യത്തെ റിസീവ് ചെയ്യാൻ നമ്മളെ മനസ്സ് ഓൾറെഡി റെഡിയാണ്. പക്ഷെ നമ്മൾ പല രീതിയിലുള്ള ചിന്തകൾ കൊണ്ട്, ബയാസുകൾ കൊണ്ടൊക്കെ അതിനെ തടഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വരുന്നുണ്ടായിരിക്കും. അത് വളരെ ബിസി ആയിരിക്കും, നോയ്സി ആയിരിക്കും, ഭയങ്കര തിരക്ക് പിടിച്ചതായിരിക്കും, ഭയങ്കരമായിട്ട് അലങ്കോലപ്പെട്ടതുമായിരിക്കാം. അപ്പൊ ആ മനസ്സിലേക്ക് വരുന്ന ആ ചിന്തകൾ എന്തൊക്കെയാണ് നിലവിൽ എന്റെ മനസ്സിലുള്ളത്? നിങ്ങൾ ഗുഡ് പോസ്ചറിൽ ഇരുന്നു കൊണ്ടൊന്ന് ആലോചിക്കുകയാണ്. അപ്പൊ പല കാര്യങ്ങൾ വരും. നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലെ കാര്യമായിരിക്കാം, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ മനസ്സിലേക്ക് വരട്ടെ. ഇതൊക്കെ മനസ്സിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഈ മെഡിറ്റേഷൻ, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴുള്ള, ഇതിന്റെ മെയിൻ പോർഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ എഫക്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ സ്വന്തം ഉള്ളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മാനസിക വ്യാപാരങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണ്. നമ്മൾ അന്യനെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു കണ്ണടച്ച് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയുകയാണ്. ഈ സ്റ്റെപ്സ് പറയുന്ന സമയത്ത് ചിലർക്ക് സംശയം വന്നിട്ടുണ്ടായിരിക്കാം, കണ്ണ് അടച്ചിരിക്കണോ തുറന്നിരിക്കണോ എന്നുള്ളത്. അത് നിങ്ങളുടെ കംഫർട്ട് പോലെയാണ്. നിങ്ങൾ കണ്ണ് തുറന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അത് തുറന്നിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കണ്ണടച്ചിരുന്നാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഭൂരിഭാഗം ആളുകൾക്കും കൂടുതലൊരു ഫോക്കസ് കിട്ടാനായിട്ട് അത് സഹായകമാവുകയും ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ അതിലേക്ക് ഒന്ന് നിരീക്ഷിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ലെറ്റ് യുവർ അറ്റൻഷൻ സ്ലിപ്പ് ഫ്രം ദം. അതായത് ഈ പറയുന്ന ഓരോ തോട്ടിൽ നിന്നും, ഓരോ ചിന്തയിൽ നിന്നും നമ്മളുടെ അറ്റൻഷനെ സ്ലിപ്പ് ചെയ്ത് കളയുകയാണ്. കാരണം നമ്മളുടെ അറ്റൻഷനെ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് മറ്റൊരു കാര്യത്തിലേക്ക്. എന്തിലേക്കാണ്? നമുക്ക് ഈസി ആയിട്ട് ഈ വരുന്ന തോട്ടുകളിലുള്ള അറ്റൻഷൻ സ്ലിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റുമോ? ഇല്ല. അത് സാധിക്കുന്നത് ഒരുപാട് കാലം മെഡിറ്റേഷൻ ചെയ്ത് ശീലമുള്ള ആൾക്കാർക്കായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അടുത്ത 10 മിനിറ്റ് നേരം ഒരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുരങ്ങനെ കുറിച്ച് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാനും സാധ്യമാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അറ്റൻഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റിലാക്സേഷൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒരു സ്കില്ല് തന്നെയാണ്. ഈ സ്കില്ല് എന്ന് പറയുന്നത് ബൈ പ്രാക്ടീസ് നമുക്ക് ആക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതും കൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കുക. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ബ്രീത്തിങ്ങിലേക്ക്. നമ്മുടെ ഈ ചിന്തകൾ നമ്മൾ അതിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് നമ്മളുടെ അറ്റൻഷനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളുടെ ബ്രീത്തിലേക്ക്. അപ്പൊ ആദ്യ സമയത്ത് നമ്മൾ വലിയതായിട്ട് ബ്രീത്ത് വലിച്ചെടുത്ത് എക്സ്ഹേൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്റ്റാർട്ട് സ്മോൾ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സ്ലോ ആയിട്ട് തുടങ്ങുക, എന്നിട്ട് സ്റ്റഡി ആയിട്ട് പോവുക, പതുക്കെ പതുക്കെ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉയരങ്ങളിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ നോർമൽ ബ്രീത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി സിറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ബ്രീത്ത് നോർമൽ ആയിട്ട് പോവുകയാണ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. ആ ബ്രീത്ത് ഷോർട്ട് ആണോ, ലോങ് ആണോ, ഷാലോ ആയി പോയോ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോ ബ്രീത്ത് ഓരോ തരത്തിലായിരിക്കും. ചിലപ്പോൾ നമുക്കൊന്ന് ദീർഘശ്വാസം എടുക്കാനായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്ന് ദീർഘശ്വാസം എടുത്തു നോക്കുക. അപ്പൊ ദീർഘശ്വാസത്തിന്റെ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡീപ് ബ്രീത്തിങ്. ഇത് ഞാൻ എന്റെ മുൻപുള്ള പല വീഡിയോകളിൽ വിശദീകരിച്ചതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ സ്ലോലി ബ്രീത്ത് എടുത്ത് ഇൻഹേൽ, എക്സ്ഹേൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടിങ്ങിന്റെ സഹായം എടുക്കാം, അതായത് എണ്ണിക്കൊണ്ട് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അതിനെ അവലംബിക്കുക. അപ്പൊ നമ്മൾ പതിയെ ഇൻഹേൽ ചെയ്യുന്നു, എക്സ്ഹേൽ ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളുടെ ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ ഇതിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിപ്പീറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സിനെ ഒരുക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഈ ബ്രീത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ പതുക്കെ പതുക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ബ്രീത്തിന്റെ ആ ഒരു ആഴം നിങ്ങൾക്ക് പതിയെ പതിയെ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി അത് കൂടിക്കൂടി സ്റ്റഡിയായി നിങ്ങൾക്ക് ഡീപ്പ് ബ്രീത്തിങ്ങിലേക്ക് പോവുകയും ചെയ്യാം. അപ്പൊ ഈ ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല എഫക്റ്റ് ആയിരിക്കും. ചില ആളുകളുടെ ശരീരം വിയർക്കും, ചിലർക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും, ചിലർക്ക് ഒരു ഉറങ്ങി എഴുന്നേറ്റ സുഖം ചിലപ്പോൾ ഫീൽ ചെയ്യും. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ എവിടെയോ പോയി മറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രസന്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ പാസ്റ്റിൽ നടന്ന ബുദ്ധിമുട്ടുകളും ഫ്യൂച്ചറിൽ വരാനുള്ള ആൻസൈറ്റിയും ഒക്കെ നമ്മളിങ്ങനെ വകഞ്ഞു മാറ്റി നീന്തി പോകുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഡീപ് ബ്രീത്തിങ്ങിലേക്ക് വരെ നമുക്ക് ഗ്രാജുവലി ബ്രീത്ത് കൊണ്ടുപോകാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന്റെ എഫക്റ്റ് ഓരോ സ്റ്റെപ്പ് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റോ 10 മിനിറ്റോ ചെയ്യുക. രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 2 നേരവും ചെയ്യാവുന്നതാണ്. ഇനി അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത സമയങ്ങളിലും ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും രീതിയിലുള്ള മാനസികമോ ശാരീരികവുമായിട്ടുള്ള അസുഖ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവരത് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള പ്രാക്ടീസസിലേക്ക് പോവുക. അല്ലെങ്കിൽ ഒരു ഗൈഡിന്റെ സഹായത്തോടെ, ഈ കാര്യങ്ങളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉള്ള ലീഗൽ ആയിട്ടുള്ള ഒരു ഗൈഡിന്റെ സഹായത്തോടെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ആരംഭ സമയത്ത് നമ്മൾ ചെയ്തത് ആ ബ്രീത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒഴുക്ക് അതിൽ ഫോക്കസ് ചെയ്യുകയായിരുന്നു. പിന്നെ നമ്മൾ പതിയെ ഡീപ് ബ്രീത്തിങ്ങിലേക്കും വന്നു. അപ്പൊ ഈ ബ്രീത്തിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് എല്ലാത്തിൽ നിന്നും നമ്മളുടെ ശ്രദ്ധ മാറി 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 പോവുകയാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പല രീതികളിൽ ചെയ്യാറുണ്ട്. ഞാൻ നോർമൽ കൈൻഡ് ഓഫ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വാക്കിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ വാക്കിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മൾ ബീയിങ് ഹിയർ ആൻഡ് നൗ, നമ്മൾ പ്രസന്റിൽ ആയിരിക്കാനായിട്ട് നമ്മൾ നമ്മളെ ബ്രീത്തിന്റെ സഹായമാണ് എടുക്കുന്നത്. ഈ ബ്രീത്തിന്റെ സഹായം ഇതൊരു സയന്റിഫിക് വേയിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് ആത്മീയതയുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രാണായാമത്തിലേക്കും യോഗയിലേക്കും ഒക്കെ വളരെ വെൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രീത്ത് എന്ന് പറയുന്നത് തന്നെ, എയർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ശ്വാസമാണ്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നമ്മൾ കാറ്റ് പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു കാറ്റ് എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ്. ഇത് മാറ്റർ ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഴയ ഏൻഷ്യന്റ് ഗ്രീക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്പിരിറ്റ് എന്നുള്ള വാക്കിന് നമുക്ക് എയർ ബ്രീത്ത് എന്നൊക്കെയുള്ള അർത്ഥവും കാണാം. എയർ ബ്രീത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഓക്സിജൻ എന്നുള്ളതിലേക്ക് നമ്മൾ വരും, അല്ലെങ്കിൽ മോളിക്യൂൾസിലേക്ക് വരും, ആറ്റങ്ങളിലേക്ക് വരും. അപ്പൊ ഈ ആറ്റം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി എന്താണ്, പാർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ അത് ഫിസിക്കാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഒരുപാട് ആത്മീയവും തത്വശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ഏൻഷ്യന്റ് ഇന്ത്യൻ സ്കൂൾ ഓഫ് തോട്ടുകളിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ എത്രയോ ഡൈവർജന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവര് ഈ ശ്വാസത്തിനെയും ജീവനെയും പ്രാണനെയും ഒക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ പ്രാണിക്കൂർജം എങ്ങനെയാ സെൻസ് ചെയ്യുന്നതെന്നൊക്കെ മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പ്രവേശിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോണ്ട് ട്രൈ ടു കൺട്രോൾ യുവർ ബ്രീത്ത്. അതായത് ഈ ബ്രീത്തിനെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാനോ, അല്ലെങ്കിൽ നമ്മൾ ഇൻഹേൽ ചെയ്ത സമയത്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, നല്ല രീതിയിൽ ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്തില്ല എന്ന് വിചാരിച്ച് വളരെയധികം വലിച്ചെടുക്കാനോ, അല്ലെങ്കിൽ അത് ഷാലോ ആയിപ്പോയോ ഷോർട്ട് ആയിപ്പോയോ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒബ്സസ്ഡ് ആവരുത്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മൾക്ക് ആ മെഡിറ്റേഷന്റെ ക്വാളിറ്റി കുറയും എന്നുള്ളതാണ്. ഇതിനെയും കൂടെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതിനുള്ളൊരു പ്രാക്ടീസും കൂടി ഇവിടെ നടക്കുകയാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. പിന്നെ ചില ആളുകൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് എനർജീസ് ഉള്ളിലേക്ക് എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് എടുക്കുന്നത് പോലെയൊക്കെ വിഷ്വലൈസേഷന്റെയും കൂടി എഫക്റ്റ് ഇതിന്റെ കൂടെ കൊണ്ടുവരാറുണ്ട്. വിഷ്വലൈസേഷനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ആ സമയത്ത് വ്യക്തമാക്കാം. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി വിഷ്വലൈസേഷനെ കുറിച്ച് അറിയാമെങ്കിൽ ഇമാജിൻ ചെയ്തിട്ട് കളേഴ്സ്
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനർജീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശ്വരനിൽ നിന്നുള്ള ഊർജം, അങ്ങനെ എന്തും നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു മെഡിറ്റേഷന്റെ അപ്പുറത്തേക്കുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്കമിംഗ് വീഡിയോസിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റെപ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ഇതിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ മെഡിറ്റേഷനിൽ വളരെ ഡീപ്പായിട്ടിരിക്കുകയാണ്, നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറെ നേരം ചെയ്ത് 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മൾ മുൻപ് സ്ലിപ്പ് ചെയ്ത് നമ്മളുടെ അറ്റൻഷനെ മാറ്റിക്കൊണ്ട് പോയ ഒരു തോട്ട് വന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തമായിട്ട് വന്നു, അല്ലെങ്കിൽ മറ്റൊരു തോട്ട് വന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, റിപ്പീറ്റേഷൻ. ഈ റിപ്പീറ്റേഷന് ഭയങ്കരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് സ്പിരിച്വാലിറ്റിയിൽ. പാറ്റേൺസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മണ്ഡലാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ചില കലാരൂപങ്ങളിലൊക്കെ കാണാറുണ്ട് പല രീതിയിലുള്ള ഡിസൈൻ, പല സ്പൈറൽസും, അതുപോലെ തന്നെ ഒത്തിരി 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 ഷേപ്പുകൾ ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത് വലിയൊരു വിഷ്വൽ എഫക്ട് നമുക്ക് നൽകുന്നതാണ്. എന്തിന്? നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ള മരങ്ങളിലും ചെടികളിലും നോക്കിയാലും നിങ്ങൾക്ക് ഈ പാറ്റേൺ, ഈ റിപ്പീറ്റേഷൻ കാണാൻ സാധിക്കും. ജീവികളുടെയോ ഈവൻ നമ്മുടെ മനുഷ്യ ശരീരത്തിലെയോ ഡിസൈനുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിപ്പീറ്റേഷൻ കാണാൻ സാധിക്കും. ഈ റിപ്പീറ്റേഷൻ, ഈ പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവൃത്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിഷ്വൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രകൃതിയിലെ കുറെ കാര്യങ്ങളുടെ അർത്ഥം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്, നമുക്ക് ഇതിനൊക്കെ മീനിങ് ഫുൾ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടും തോന്നുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇവിടെ ഒരു ഡിസൈനർ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് പോലും മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പൊ ഈ റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് നമ്മളെ ബ്രീത്തിൽ പോലും ഈ ഒരു റിപ്പീറ്റേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തോട്ട്സ്, നമ്മൾ ഓൾറെഡി സ്ലിപ്പ് ചെയ്ത് മാറിയ തോട്ട്സ് വീണ്ടും നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടായിരിക്കാം. റിപ്പീറ്റ് ദ സെയിം. ആദ്യം നിങ്ങൾ എന്താണോ അത് മാറ്റാനായിട്ട് ചെയ്തത്, നിങ്ങൾ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്തു, അപ്പോ അത് മാറിപ്പോയി. ഇനി നമുക്ക് മെഡിറ്റേഷൻ അവസാനിപ്പിക്കാം. നമ്മൾ മെഡിറ്റേഷൻ അവസാനിപ്പിക്കുന്ന സമയത്ത് വീണ്ടും പഴയ തോട്ടുകൾ വന്നേക്കാം. അപ്പൊ ആ സമയത്ത് പിന്നെയും നിങ്ങൾക്ക് ഈ സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ നമുക്കിത് ടെൻഷൻ വരുമ്പോഴും സ്ട്രെസ് വരുമ്പോഴും നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡ്രൈവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പൊക്കെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമേ അത്തരം ഹൈ ഫോക്കസും റിസ്ക്കും ഉള്ള ആക്ടിവിറ്റീസിലേക്ക് ഇടപെടാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകുന്നവർക്കുള്ള പരിഹാരമൊക്കെ വാക്കിംഗ് മെഡിറ്റേഷനിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബോറടിക്കുന്നവർക്കുള്ള പരിഹാരം ഞാൻ മറ്റു മെഡിറ്റേഷൻ ടെക്നിക്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞത് വളരെ ചുരുക്കിയാണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ മിസ്സിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി കമന്റിലൂടെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് ഫോൺ കോൾസുകൾ വരുന്നത് കൊണ്ട് ഞാൻ നോ കോൾസ് എന്ന് എന്റെ നമ്പറിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിക്കുന്നതിന് പകരം വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള വഴികൾ ഉണ്ടെങ്കിൽ തെളിഞ്ഞു വരികയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ മൈൻഡ്ഫുൾനെസ്, നമ്മളെ ബ്രീത്തിങ്ങിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ നെഗറ്റീവ്സും ഭയങ്ങളും സ്ട്രെസ്സിനെയും ഒക്കെ തടയാനുള്ള ശക്തി നമ്മുടെ ഈ ഒരു ചെറിയ ബ്രീത്തിൽ തന്നെ ഉണ്ട്. ചെറിയ ബ്രീത്ത് അല്ല, ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്, ചെറുതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും. കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ഉള്ളത്, ജീവശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത് പണ്ട് ഋഷിവര്യന്മാർ മനസ്സിലാക്കിയ കാര്യം ഇന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മെഡിറ്റേഷൻസിനും ഓൾമോസ്റ്റ് നല്ല എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് റിസർച്ചുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും സാധിക്കും. സോ നമുക്ക് ആത്മീയതയുടെ അപ്പുറങ്ങളിലേക്കുള്ള സഞ്ചാരം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ വളരെ സന്തോഷം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല സ്വർഗം പണിതീർക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.